പറ്റിയത് മനസ്സിലായ സ്ഥിതിക്ക് അവർക്ക് കൈ കഴുകണം. അതിനു വേണ്ടിയാ അവര് നിന്നെ ജോലിക്ക് തിരിച്ചു വിളിച്ചത്. അതെ, പണക്കാരുടെ ബുദ്ധിയാ. അതുപോലും മനസ്സിലാക്കാൻ കഴിവില്ലെത്ത മണ്ടനാ നീ. സങ്കടം കൊണ്ട് കരയുന്ന എന്റെ മോന്റെ മുഖം ഇപ്പോഴും എന്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. അമ്മേ, നിനക്കൊന്നും അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇനി നീ ആ കമ്പനിയുടെ പടി ചവിട്ടരുത്. അമ്മയോട് അനുസരണക്കേട് കാണിച്ച് നീ വീണ്ടും അവിടെ പോയാൽ പിന്നെ നീ അമ്മയെന്ന് വിളിച്ച് എന്റെ അടുത്തേക്ക് വരരുത്. നീ എന്നെ തൊടണ്ട. നിന്റെ ഒരു സ്നേഹം എനിക്ക് വേണ്ട. ഞാൻ പറയുന്ന അമ്മ ഒന്ന് കേൾക്ക്. ഞാൻ പറയുന്നത് നീ കേട്ടാ മതി. കേക്കാം. കേൾക്കില്ലെന്ന് ഞാൻ പറഞ്ഞോ? അമ്മ ഇവിടെ ഇരിക്ക. ഞാൻ പറയുന്ന അമ്മ സമാധാനമായിട്ട് കേൾക്ക്. അമ്മ ഇവിടെ ഇരിക്കമ്മേ, ഇരിക്ക. ഞാൻ വീണ്ടും എന്തിനു ജോലിക്ക് പോയി? അതല്ലേ അമ്മയുടെ ചോദ്യം. ഞാൻ പറയുന്ന കേട്ടിട്ട് ഞാൻ ചെയ്തത് തെറ്റാണോ ശരിയാണോ എന്ന് അമ്മ തന്നെ തീരുമാനിക്കാൻ. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് അമ്മ വിശ്വസിക്കുന്നത് പോലെ മുതലാളിയുടെ മകനും വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ടാ എന്നെ തിരിച്ചു വിളിച്ചത്. വരാൻ മനസ്സിലെന്നും പറഞ്ഞ് ഞാൻ സാറിനോട് ഉടയ്ക്കുക. തെറ്റ് ചെയ്തത് ഞാനാണെന്നുള്ള എല്ലാവരുടെ വിശ്വാസം ഒന്നുകൂടി ബലപ്പെടും. അവരുടെയൊക്കെ വിശ്വാസം തിരുത്താൻ എനിക്ക് കിട്ടിയൊരു ചാൻസ് ഇത്. ഞാനത് ഉപയോഗിക്കണ്ടമ്മേ. അമ്മ പറ. മുതലാളിയുടെ മകൻ പറയുന്നത് കേൾക്കാതെ ഞാൻ വേറൊരു കമ്പനിയിൽ ജോലിക്ക് പോയാ അവിടെ ഉള്ളവരുടെ കണ്ണിൽ ഞാനൊരു പെൺവിടിയനാവില്ലേ? മോനെ, തെറ്റ് ചെയ്ത ആള് സുഖമായിട്ട് നെഞ്ചും വിരിച്ച് നടക്കുക. അതാരാണെന്ന് എനിക്ക് കണ്ടുപിടിക്കണം. എന്നിട്ട് എല്ലാവരുടെയും കൺമുന്നിൽ നിർത്തി കൊടുക്കണം. ഇല്ലെങ്കിലേ ജീവിത അവസാനം വരെ പെണ്ണ് പിടിയനെന്ന ലേവലിൽ ഞാൻ ജീവിക്കേണ്ടി വരും. ഇനി അമ്മ പറ, ഞാൻ എവിടെ ജോലിക്ക് പോണോ വേണ്ടയോ? ഈ കാര്യത്തിൽ ചേട്ടന്റെ ഭാഗത്തമ്മ ന്യായം. ചേട്ടൻ പൊക്കോട്ടെ അമ്മേ. നിന്റെ നിരപരാധിത്വം എല്ലാരും അറിയണമെന്ന് തന്നെയാ എന്റെ ആഗ്രഹം. അങ്ങനെ പറ അമ്മേ. എനിക്ക് വിശന്നിട്ട് പാടില്ലമ്മേ. മോൻ വാ. വാ അമ്മേ.